أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو رحمناهم وكشفنا بهم من ضر للجوا في طغيانهم يعمهون. ولقد أخذناهم بالعذاب فما استكانوا لربهم وما يتضرعون حتى إذا فتحنا عليهم بابا ذا عذاب شديد إذا هم فيه مبلسون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1123 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 75 മുതൽ 77 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ റഹിംനാഹും വകശഫ്നാ മാ ബിഹിം മിൻ ദുർരിൻ ലലജ്ജൂ ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. ولقد أخذناهم بالعذاب فما استكانوا لربهم وما يتضرعون حتى إذا فتحنا عليهم بابا ذا عذاب شديد إذا هم فيه مبلسون. صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ 75 മുതൽ 77 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സത്യനിഷേധികളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമകാലികരായ ആളുകളെ പരാമർശിച്ചുകൊണ്ട് അവരുടെ സവിശേഷതകളെ വിശദമായിട്ട് വിവരിക്കുകയായിരുന്നു നമ്മൾ പിന്നിട്ട ആയത്തുകളിലായിട്ട്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്തും അതുപോലെയുള്ള ചില കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. അവരുടെ വ്യാമോഹങ്ങളെയും ഇച്ഛകളെയും ഒക്കെയാണ് സത്യത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് മനുഷ്യ സമൂഹത്തോട് അഭിസംബോധന ചെയ്യുന്ന അള്ളാഹുവിന്റെ ദൂതനുമൊക്കെ പിൻപറ്റുന്നതെങ്കിൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ള സകലതിന്റെയും സംവിധാനങ്ങൾ താറുമാറായി പോകുമായിരുന്നു എന്നാണ് അള്ളാഹു അവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. ഈ പ്രപഞ്ചത്തിന് അള്ളാഹു സുഭദ്രമായ ഒരു വ്യവസ്ഥയും സംവിധാനവും വെച്ചിട്ടുണ്ട്. അത് സത്യത്തിനെ അധിഷ്ഠിതമായിട്ടുള്ളതാണ്, സത്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. ആ സത്യത്തെ അവഗണിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഈ ആളുകൾ അവരുടെ ജീവിത നിലപാടുകളും ജീവിത ദർശനവും വീക്ഷണവും ഒക്കെ അനുസരിച്ച് അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതാണ് ഭൂമിയിൽ മേധാവിത്വം നേടുന്നത്, അതാണ് കരുത്താർജിക്കുന്നത് എങ്കിൽ ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ളതിന്റെയും ഒക്കെ ആയിട്ടുള്ള വ്യവസ്ഥ തകർന്നു പോകും എന്നാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അവർക്ക് ഏറ്റവും ആവശ്യമായ ഉത്ബോധനമാണ്. അവർക്ക് ദിശാബോധം നൽകുന്ന ദിക്ർ, അവർക്ക് കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ പകർന്നു നൽകുന്ന ഒരു കാര്യമാണ്
പ്രവാചകൻ അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അവരുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് പ്രവാചകന്റെ ആവശ്യത്തിന് വേണ്ടിയല്ല, ഈ അഭിസംബോധന ചെയ്യപ്പെടുന്ന ആളുകളുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. പക്ഷെ അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രതിഫലം വേണമെന്നോ ആ ഒരു പ്രയത്നത്തിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കണമെന്നോ എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നില്ല, അതിനുവേണ്ടി മുതിരുന്നില്ല. അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ് ഏറ്റവും ഉത്തമമായത്. അള്ളാഹുവാണ് ഏറ്റവും ഉത്തമനായ വിഭവം നൽകുന്നവൻ, റാസിഖ് എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അവരെ ഏറ്റവും ഋജുവായ, പ്രകൃതിപരമായ, പ്രാപഞ്ചികമായ, സ്വാഭാവികമായ ജീവിത സരണിയിലേക്കാണ് അള്ളാഹുവിന്റെ ദൂതൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പാരത്രിക ജീവിതം എന്ന ഒരു യാഥാർത്ഥ്യം വരാനിരിക്കുന്നു എന്നതിനെ കുറിച്ച് ബോധ്യമില്ലാത്ത, അങ്ങനെ വിശ്വാസമില്ലാത്ത ആളുകൾ ആ ശരിയായ മാർഗം ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് അകന്നു പോകാനാണ്, അതിൽ നിന്ന് തെന്നിമാറിപ്പോകാനാണ് ധൃതി കാണിക്കുക. ഇത്രയുമാണ് നമ്മൾ പിന്നിട്ട ഭാഗത്ത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. അതിനുശേഷം അള്ളാഹു അവരെ തന്നെ പരാമർശിച്ചുകൊണ്ട് പറയുകയാണ്, വലൗ റഹിംനാഹു. ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകൾ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. വലൗ റഹിംനാഹു, നാം അവരോട് കരുണ കാണിക്കുകയാണെങ്കിൽ, അവര് അകപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും അവർക്ക് എന്തെങ്കിലും നിലക്കുള്ള ഒരു മുക്തി ഉണ്ടാക്കി കൊടുക്കുന്നതിനൊക്കെ വേണ്ടി നാം അവരോട് കരുണ കാണിക്കുന്നു എന്ന് സങ്കല്പിക്കുക. വകശഫ്നാ മാ ബിഹിം മിൻ ദുർരിൻ, അവരകപ്പെട്ടിരുന്ന കെടുതിയിൽ നിന്ന് നാം അവരെ മോചിപ്പിക്കുകയും ചെയ്തു എന്ന് വെക്കുക. അവരോട് കരുണ തോന്നി, അവരകപ്പെട്ടിരുന്ന പ്രതിസന്ധിയിൽ നിന്ന്, അവരകപ്പെട്ടിരുന്ന വലിയ കുരുക്കിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് നാം അവരെ മോചിപ്പിക്കുകയും ചെയ്തു എന്ന് വെക്കുക. എന്നാൽ എന്തായിരിക്കും അവരുടെ പ്രതികരണം തുടർന്ന് എന്നതാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ലലജ്ജു ഫീ തുഗ്യാനിഹിം യഅമഹൂൻ, അവര് അവരുടെ ആ ധിക്കാര മനസ്ഥിതിയോട് കൂടിയുള്ള കാര്യത്തില് വിഹരിക്കുമായിരുന്നു, വലിയ വാശിയോടെയും വീറോടെയും ഒക്കെ ആയിട്ട്. ലലജ്ജു ഫീ തുഗ്യാനിഹിം, അവരുടെ തുഗ്യാനില് അവര് പെർസിസ്റ്റ് ചെയ്തുകൊണ്ട്, അതിൽ തന്നെ അള്ളിപ്പിടിച്ചു നിന്നുകൊണ്ട്, ആ ധിക്കാര മനസ്ഥിതി കാണിച്ചുകൊണ്ട് തന്നെ ആ ഒരു നിലപാടിൽ അവര് വിഹരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അള്ളാഹു അവരോട് പ്രത്യേകിച്ച് കാരുണ്യം കാണിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല, അതൊന്നും അവരിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മരണാനന്തരം ഒരു ജീവിതമുണ്ട്, അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും. ഓരോരുത്തരുടെയും കർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിചാരണക്ക് ഓരോരുത്തരും വിധേയനാകും എന്ന കാര്യത്തില് വിശ്വാസമില്ലാത്ത ആളുകളുടെ അവസ്ഥയാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അള്ളാഹു അവരോട് ദയ തോന്നി കാരുണ്യം കാണിച്ചു എന്ന് വെക്കുക. എന്നിട്ട് അവരകപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിച്ചു എന്നും സങ്കല്പിക്കുക. എങ്കിൽ തന്നെ അത് അവരിൽ കൂടുതൽ ധിക്കാരം വളർത്തുക എന്നതല്ലാത്ത ഫലമൊന്നും ഉണ്ടാക്കില്ല. ഇവിടെ പരാമർശിക്കപ്പെടുന്ന ഒരു പ്രതിസന്ധി, അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കർബ് എന്ന് പറയുന്നത്, അവരകപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ദുരവസ്ഥ എന്ന് പറയുന്നത് സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്നുള്ള ആയത്തിലും അതിന്റെ വിശദാംശങ്ങൾ വരുന്നുണ്ട്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചിരുന്ന കാലത്ത്, ആദ്യ കാലഘട്ടത്തില് മക്കയിൽ അനുഭവപ്പെട്ട കടുത്ത ക്ഷാമമാണ്, വിഭവ ശൂന്യതയാണ്. ആളുകള് പട്ടിണിയും കഷ്ടപ്പാടുമായി മാറുന്ന ഒരവസ്ഥയോളം എത്തി. വിഭവങ്ങൾ ലഭ്യമല്ലാത്ത
വരൾച്ച കഠിനമായി ധാന്യങ്ങളും ഭക്ഷ്യയോഗ്യമായ പദാർത്ഥങ്ങളും ഒന്നും കിട്ടാതെ മലിന വസ്തുക്കൾ വരെ എടുത്ത് ഭക്ഷിക്കുവോളം കാര്യങ്ങൾ എത്തുകയുണ്ടായി. അങ്ങനെ ഒരു അവസ്ഥ സംജാതമായത് യഥാർത്ഥത്തില് മക്കയിൽ 2 ഘട്ടങ്ങളിൽ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പല മുഫസ്സിറുകളും ഇതിനെ ഏത് ഘട്ടത്തിലുള്ള വരൾച്ചയും ക്ഷാമവുമാണ് എന്ന കാര്യത്തില് ഒരു ആശയക്കുഴപ്പം കാണിച്ചുകൊണ്ടാണ് വിശദീകരിക്കുന്നത് കാണാറുള്ളത്. യഥാർത്ഥത്തിൽ ഇത് മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന പ്രവർത്തനം നടത്തിയിരുന്ന ഘട്ടത്തിലുണ്ടായ ഒരു ക്ഷാമത്തിന്റെ കാലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നത് ഈ ആയാത്തുകളുടെ പശ്ചാത്തലവും അതിന്റെ വാചകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സൂചനകളിൽ നിന്നും വ്യക്തമാണ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെലവിട്ട 13 വർഷക്കാലം അള്ളാഹുവിന്റെ ദൂതൻ എന്നുള്ള നിലക്കുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന 10-13 വർഷക്കാലത്തിനിടക്ക് ഏകദേശം അതിന്റെ മധ്യകാലത്തായിട്ട് അനുഭവപ്പെട്ടതാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന ഈ ക്ഷാമത്തിന്റെയും പ്രതിസന്ധിയുടെയും ഒക്കെ അവസ്ഥ. മക്കയിലെ ആളുകളുടെ സത്യനിഷേധം കടുത്തു വന്നപ്പോ അള്ളാഹുവിന്റെ ദൂതൻ ഒരിക്കൽ പ്രാർത്ഥിച്ച ഒരു സംഭവമുണ്ട്. അല്ലാഹുമ്മ അഇന്നി അലൈഹിം ബിസബഇൻ കസബഇ യൂസുഫ് എന്ന് പറഞ്ഞു. അള്ളാഹുവെ ഇവർക്കെതിരിൽ നീ എന്നെ സഹായിക്കണമേ. യൂസുഫിന് നൽകിയ 7 കഠിനമായ വർഷങ്ങളെ പോലെയുള്ള 7 വർഷങ്ങൾ ഇവരെ അനുഭവിപ്പിച്ചുകൊണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. യൂസുഫ് അലൈഹിസ്സലാം ഈജിപ്തിലായിരുന്ന ഘട്ടത്തില് രാജാവിനുണ്ടായ സ്വപ്നത്തെ കുറിച്ചൊക്കെ നമ്മൾ സൂറത്ത് യൂസുഫിൽ വിശദമായിട്ട് പഠിക്കുകയുണ്ടായി. വരൾച്ചയുടെയും ക്ഷാമത്തിൻ്റെതുമായ 7 വർഷങ്ങളും പിന്നെ അതിനെ തുടർന്ന് വലിയ വിഭവ സമൃദ്ധിയുടെ 7 വർഷങ്ങളും ഇത് അവസാനം കൈകാര്യം ചെയ്യാൻ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ തന്നെ ചുമതലപ്പെടുത്തപ്പെടുന്നതൊക്കെ നമ്മൾ വിശദമായിട്ട് അവിടെ കാണുകയുണ്ടായി. പ്രവാചകന്റെ സാന്നിധ്യത്തില് ഇങ്ങനെ പ്രകൃതിപരമായ ചില പ്രയാസങ്ങൾ മനുഷ്യരെ നേരിടേണ്ടി വരുന്നത് എല്ലായ്പ്പോഴും തന്നെ ആ പ്രവാചകന്റെ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഗതിയായിരിക്കും. ആളുകളെ ആ പ്രവാചകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിനും അതിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിനും ശരിയായൊരു നിലപാട് സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സംജാതമാകാറുള്ളത്. മൂസ അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലും സമാനമായ പല അനുഭവങ്ങളും ഈജിപ്തിലെ ആളുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. മൂസ അലൈഹിസ്സലാമിന്റെ ദൗത്യവുമായിട്ട് അതിന് കൃത്യമായ ബന്ധമുണ്ടായിരുന്നു എന്ന് ഖുർആന്റെ സൂചനകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ആളുകളുടെ നിഷേധ മനസ്ഥിതി കടുത്തു വന്നപ്പോ അവരെ ഒരല്പം ഒരു മയമുള്ള ആളുകളായി മാറ്റുന്നതിന് വേണ്ടി ഒരല്പം വിനയമുള്ളവരായി അവര് മാറാൻ വേണ്ടി അവർക്ക് ക്ഷാമത്തിന്റെ 6-7 വർഷങ്ങൾ അനുഭവിപ്പിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയുണ്ടായത്. വിഭവശൂന്യതയും ക്ഷാമവും ഒക്കെ നേരിടുമ്പോഴെങ്കിലും അവര് അള്ളാഹുവിനെ ഓർക്കുന്നവരായി മാറിയേക്കും എന്ന നിലക്കാണ് ആ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നത്. അങ്ങനെയുള്ള ദുരിതങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ ഒരല്പം വിനയമുള്ളവരായിട്ടും ഒന്ന് താഴ്മ കാണിക്കുന്നവരൊക്കെ ആയിട്ട് മാറും. സ്വാഭാവികമായിട്ടും അവർക്ക് സത്യം ഉൾക്കൊള്ളാനും അതിന്റെ അനുയായികളായി മാറാനും ഒക്കെ സാധിക്കും എന്നതാണ് അതിന്റെ സാധ്യത. എന്നാൽ അള്ളാഹുവിടെ ഈ ആളുകളെ കുറിച്ച് പറയുന്നത് വലൗ റഹിംനാഹും, നാം അവരോട് കരുണ കാണിച്ചു, വകശഫ്നാ മാ ബിഹിം മിൻ ളുജ്ൻ, അവര് നേരിട്ടുകൊണ്ടിരുന്ന ദുരിതം അവരിൽ നിന്ന് നാം നീക്കുകയും ചെയ്തു എന്ന് വെക്കുക.
അങ്ങനെയാണെങ്കിൽ പോലും ലലജ്ജൂ ഫീ തുഗ്യാനിഹിം യഅമഹൂൻ, അവരവരുടെ ഈ ധിക്കാര മനസ്ഥിതിയിൽ തന്നെ അള്ളിപിടിച്ച് അതിലങ്ങനെ വിഹരിച്ചു കൊണ്ട് പോകുമായിരുന്നു. കാരണം അവർക്ക് പാരത്രിക ജീവിതത്തിൽ വിശ്വാസമില്ല. നമ്മുടെ ജീവിതം ഈ ദുനിയാവിലെ ജീവിതം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ് അവർ. മരണശേഷം അള്ളാഹുവിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സമയം വരാനിരിക്കുന്നു എന്ന ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ വിശ്വാസം അവർ ഉൾക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള വല്ല കാരുണ്യവും അനുഭവിക്കാൻ സാധിച്ചാൽ പോലും അവരുടെ ധിക്കാരത്തിനോ അവരുടെ അഹന്തക്കോ ഒരു കുറവും വരാൻ പോകുന്നില്ല. വലഖദ് അഖദ്നാഹും ബിൽഅദാബ് ഫമസ്തകാനൂ ലിറബ്ബിഹിം വമാ യതളറഊൻ. തുടർന്ന് അള്ളാഹു പറയുകയാണ്, വലഖദ് അഖദ്നാഹും, തീർച്ചയായിട്ടും നാം അവരെ പിടികൂടിയിട്ടുണ്ട്, ബിൽഅദാബ്, ശിക്ഷ കൊണ്ട്, ശ്രദ്ധേയമായ വിധത്തിൽ തന്നെയുള്ള ശിക്ഷ നൽകിക്കൊണ്ട് നാം അവരെ പിടികൂടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഫമസ്തകാനൂ ലിറബ്ബിഹിം, അതുകൊണ്ടൊന്നും അവര് തങ്ങളുടെ റബ്ബിനോട് ഒരല്പം വണക്കമുള്ളവരായി, കീഴ്പ്പെടുന്നവരായി, കീഴൊതുങ്ങുന്നവരായി മാറിയിട്ടില്ല. അവരിൽ ഒരല്പം താഴ്മ കാണിക്കുന്ന, എളിമ കാണിക്കുന്ന, അല്ലെങ്കിൽ ഒന്ന് കീഴ്പ്പെട്ടു കൊടുക്കുന്ന ഒരു പ്രകൃതം അതുകൊണ്ട് അവരിൽ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും നാം അവരെ ഒരു കടുത്ത ശിക്ഷ നൽകിക്കൊണ്ട് പിടികൂടിയതാണ്. ഫമസ്തക്കാനും, അതൊന്നും അവരില് എളിമയോ താഴ്മയോ ഉണ്ടാക്കിയിട്ടില്ല. അള്ളാഹുവിന് ലിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിന് വിധേയപ്പെടുക എന്നൊരു മനസ്ഥിതി അവരില് ആ ശിക്ഷ കൊണ്ടൊന്നും ഉണ്ടായിട്ടില്ല. വമാ യതളറഊൻ, അവര് കീഴ്പ്പെടുന്നവരോ സമർപ്പണ സന്നദ്ധതയുള്ളവരാവുകയോ ചെയ്തിട്ടില്ല. വണക്കം കൈക്കൊള്ളുന്ന ഒരു നിലപാടിലേക്ക് അവര് വന്നിട്ടില്ല. ഇവിടെ ഇസ്തക്കാനു എന്ന വാക്കും യതളറഉ എന്ന വാക്കും പരസ്പരം പൂരകങ്ങളായ അല്ലെങ്കിൽ പരസ്പരം സദൃശതയുള്ള പദങ്ങളാണ്. വിനയം കാണിക്കുക, എളിമ കാണിക്കുക, കീഴ്പ്പെടാനുള്ള സന്നദ്ധത കാണിക്കുക, വിധേയപ്പെടാനുള്ള മാനസികമായ ഒരു നിലപാട് ഉണ്ടാവുക എന്നൊക്കെയാണ് ഈ പദങ്ങളുടെ അർത്ഥം. പടച്ച തമ്പുരാനെ മേലായ റബ്ബായി കണ്ടുകൊണ്ട് അവന് വിധേയപ്പെട്ടുകൊണ്ട് അവനോട് ചോദിക്കുകയും അവനോട് തേടുകയും ഒക്കെ ചെയ്യുന്ന ആ സമർപ്പണത്തിന്റെ മനസ്സ് ഉള്ളവരാകുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം. അപ്പൊ അവർക്ക് വലിയ ശിക്ഷ അള്ളാഹു നൽകി, ഭൗതികമായിട്ട് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ശിക്ഷ നാം നൽകിയുണ്ടായി എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അവരനുഭവിച്ച ക്ഷാമം, കടുത്ത ക്ഷാമം, വലിയ പ്രതാപമൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണെങ്കിലും ആ കടുത്ത ക്ഷാമവും വിഭവശൂന്യതയും കാരണമായി മക്കയിൽ അവര് ജീവന് വേണ്ടി മല്ലടിക്കുന്ന ഒരവസ്ഥയോളം എത്തി. ഏറ്റവും ആളുകൾക്ക് അനിഷ്ടകരമായി തോന്നുന്ന പദാർത്ഥങ്ങൾ പോലും അവര് ചവച്ചിറക്കാൻ തുടങ്ങി. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അത്രയും വലിയ വെല്ലുവിളി അവർ നേരിടുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ പോലും അത് അവരിൽ ഒരു മസ്കനത്തോ തളർവോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് അവരിൽ ഒരു ദൈന്യത ഉണ്ടാക്കുകയോ ഒരു എളിമയോ വിനയോ ഒക്കെ കാണിക്കുന്ന കീഴ്പ്പെടുന്ന മനസ്ഥിതിയുള്ളവരാവുകയോ ഒന്നും ചെയ്യാൻ അത് അവർക്ക് പ്രേരണയായിട്ടില്ല. അങ്ങനെ ഹത്തായിദാ ഫതഹ്നാ അലൈഹിം ബാബൻ ദാ അദാബിൻ ശദീദ്, അത് എത്രത്തോളം എന്ന് വെച്ചാൽ നാം അവർക്കായി അതികഠിനമായ ശിക്ഷയുടെ കവാടം തുറന്നു വെക്കുക തന്നെ ചെയ്യുന്ന അവസ്ഥയോളം എത്തി. അതികഠിനമായ ശിക്ഷയുടെ ഒരു കവാടം തന്നെ അവരുടെ മുന്നിൽ തുറന്നു വെക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയോളം കാര്യങ്ങൾ എത്തി. ചെറിയ ചെറിയ ശിക്ഷകളോ ഭയപ്പെടുത്തലോ ഉണർത്തലാവുന്ന വിധത്തിലുള്ള നടപടികളോ ഇടപെടലുകളോ
ഉണ്ടായിട്ട് അവർക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അവര് മസ്കനത്ത് കാണിക്കുന്നവരോ തളർവ് കാണിക്കുന്നവരോ ഒന്നുമായിട്ട് അവര് പരിവർത്തിതരായിട്ടില്ല. അള്ളാഹുവിന്റെ മുന്നില് വിനയാന്വിതരായി ആവുകയും അള്ളാഹു നൽകിയ വിഭവങ്ങൾ കൊണ്ട് മാത്രമാണ് തങ്ങൾക്ക് നിലനിന്ന് പോകാൻ സാധിക്കുന്നത് എന്നൊരു ബോധമൊന്നും അവരിൽ അത് ഉണർത്തിയിട്ടില്ല. അവര് തദറുവോ മസ്കനത്തോ കാണിക്കാൻ കൂട്ടാക്കാത്ത ധിക്കാരത്തില് വിഹരിക്കുന്നവരായിക്കൊണ്ട് തന്നെയാണ് തുടരുകയുണ്ടായത്. എത്രത്തോളം അത് പോയി? ഹത്താ ഇദാ ഫതഹ്നാ അലൈഹിം ബാബൻ ദാ അദാബിൻ ശദീദ്, അതികഠിനമായ ശിക്ഷയുടെ കവാടം നാം അവർക്കായിട്ട് തുറന്നു വെക്കുവോളം അത് നീണ്ടുപോയി. അവരുടെ അധികാരവും അള്ളാഹുവിന്റെ അവരെ നിരീക്ഷിച്ചുകൊണ്ടുള്ള ആ കാലം അവർക്ക് ചെറിയ ചെറിയ ശിക്ഷകൾ കൊടുത്തുകൊണ്ട്, ഓർമ്മപ്പെടുത്തലുകൾ കൊടുത്തുകൊണ്ട് അവരെ വീണ്ടെടുക്കാനുള്ള അവസരങ്ങൾ അവർക്ക് നൽകിയിട്ട് അതൊന്നും അവർക്ക് അവരില് വിനയം ഉണ്ടാക്കുകയോ എളിമയുണ്ടാക്കുകയോ ഒന്നും ചെയ്തില്ല. അവര് അവരുടെ ധിക്കാരത്തിൽ തുകയാനിൽ തന്നെയാണ് മുന്നേറുകയുണ്ടായത്. എന്നാൽ അതികഠിനമായ ശിക്ഷയുടെ കവാടം അവരുടെ മുന്നിൽ തുറന്നു വെക്കുവോളം കാര്യങ്ങൾ നീണ്ടുപോയി. ഈ അതികഠിനമായ ശിക്ഷയുടെ കവാടം എന്ന് പറയുന്നത് അള്ളാഹു യഥാർത്ഥത്തിലുള്ള ശിക്ഷയായിട്ട് തന്നെ അവരെ പിടികൂടുന്ന, നരകത്തിന് അർഹരായിട്ട് അവരെ തീരുമാനിച്ചുകൊണ്ട് നരകത്തിലേക്ക് അവരെ പതിക്കുന്നതിന് വേണ്ടി അവരെ പിടികൂടുന്ന ഒരു സംഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിനു മുമ്പ് സൂചിപ്പിക്കപ്പെട്ട അദാബുകൾ എന്ന് പറയുന്നത് ഓർമ്മപ്പെടുത്തലായിട്ടും പ്രേരണയായിട്ടും ചിന്തയുണ്ടാക്കുന്ന, ആലോചനയുണ്ടാക്കുന്ന, ഉത്ബുദ്ധതയുണ്ടാക്കുന്ന കാര്യമായിട്ടൊക്കെ ഉണ്ടാവുന്ന ജീവിതാനുഭവങ്ങളാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് അവരിൽ പ്രതീക്ഷയില്ലാത്ത ഒരവസ്ഥയിൽ അവരെ ശിക്ഷ കൊണ്ട് പിടികൂടി അവരെ നരകശിക്ഷക്ക് വിധേയരാക്കുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പൊ ഹത്തായിദാ ഫതഹ്നാ അലൈഹിം ബാബൻ ദാ അദാബിൻ ശദീദ്, അതികഠിനമായ ശിക്ഷയുടെ കവാടം നാം അവരുടെ മുന്നിൽ തുറന്നു വെക്കുവോളം അത്രത്തോളം കാര്യങ്ങൾ നീണ്ടുപോയി. അപ്പോഴോ ഇദാഹും ഫീഹി മുബ്ലിസൂൻ, അപ്പോഴതാ അവര് പരമ നിരാശരായിട്ട് മാറുന്നു. യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത വിധത്തില് അങ്ങേയറ്റത്തെ കടുത്ത നിരാശയോടുകൂടി, ഡെസ്പെറേറ്റ് എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ, ആ വിധത്തിൽ പെരുമാറുന്ന ആളുകളായിട്ട് അവർ മാറുന്നു. പ്രതീക്ഷ അറ്റവൻ എന്നാണ് ഇബ്ലീസ് എന്ന വാക്കിന്റെ അർത്ഥം. ആ വാക്കിൽ നിന്നാണ് ഈ മുബ്ലിസൂൻ എന്ന വാക്ക് ഉടലെടുക്കുന്നത്. അബ്ലസ, ഇബ്ലാസ് എന്നൊക്കെയുള്ള റൂട്ട് വേർഡ്സിൽ നിന്നാണ് ഇബ്ലീസ് വരുന്നതും ഇവിടെ മുബ്ലിസ് വരുന്നതും ഒക്കെ. പ്രതീക്ഷയുടെ ഒരു തരിമ്പ് പോലും അവശേഷിക്കാത്ത ഒരവസ്ഥയിൽ ആളുകൾ എന്ത് ആത്യന്തികമായ കാര്യം ചെയ്യാനും മടിക്കാത്ത അവസ്ഥയുണ്ടാവും. വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ആത്യന്തികതയിലേക്കും എടുത്തു ചാടുന്ന ഒരവസ്ഥ, അങ്ങേയറ്റത്തെ ക്രുദ്ധനായിക്കൊണ്ട് പെരുമാറുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും. ഇബ്ലീസിന്റെ നിരാശ ആ വിധത്തിലുള്ള ഒന്നാണ്. ഇബ്ലീസ്, നമ്മൾ ആ സംഭവങ്ങളൊക്കെ സൂറത്തുൽ ബഖറയിൽ വിശദമായിട്ട് വായിച്ചിട്ടുള്ളതാണ്. ആദം അലൈഹി ഇസ്ലാമിന്റെ സൃഷ്ടിപ്പിനെ തുടർന്നുള്ള ഇബ്ലീസ് അള്ളാഹുമായി നടത്തിയ ആ സംഭാഷണം ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം മേന്മ നടിക്കാനും ഉയർന്നു നിൽക്കാനും ഒക്കെ ഉണ്ടായിരുന്ന മോഹം എന്നേക്കുമായിട്ട് നിരാശയിൽ പതിക്കുകയാണ്. ഇനി യാതൊരു പ്രതീക്ഷയും ഇല്ല എന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഇബ്ലീസ് എത്തുന്നത്. അതിനെ തുടർന്നാണ് കഠിനമായ വിധത്തിൽ ധിക്കാരം തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കാം എന്ന ഒരു നിലപാടിലേക്ക് ഇബ്ലീസ് എത്തുന്നത് എന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇതേ വാക്ക് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ശിക്ഷയുടെ, കടുത്ത ശിക്ഷയുടെ കവാടം അവർക്ക് മുന്നിൽ തുറന്നു വെക്കുമ്പോൾ
പിന്നെ അവര് അങ്ങേറ്റം നിരാശ ബാധിച്ചവരെ പോലെയാണ് പെരുമാറുന്നത്. ഇദാഹും മുബ്ലിസൂൻ, ഇദാഹും ഫീഹി മുബ്ലിസൂൻ. അക്കാര്യത്തില് അവര് പിന്നെ പ്രതീക്ഷയുടെ ഒരു തരിമ്പ് പോലും വെക്കുന്നില്ല. അവര് സ്വയം നശിച്ചു എന്നത് മാത്രമല്ല, മറ്റുള്ളവരെ കൂടി നശിപ്പിക്കുന്നതിൽ വ്യഗ്രത കാണിച്ചുകൊണ്ട് നീങ്ങുന്ന ആളുകളായിട്ടാണ് പിന്നെ പെരുമാറുന്നത്. ഇതൊന്നും അള്ളാഹു വരുത്തി വെച്ച കാര്യമൊന്നുമല്ല. ഓരോരുത്തരും സ്വയം ചോദിച്ചു വാങ്ങിയിട്ടുള്ള അവസ്ഥകളാണ്. മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്, അവരെ ഉണർത്തുന്നതിനും അവർക്ക് ഏറ്റവും പ്രയോജനകരമായ ജീവിത മാർഗദർശനം നൽകുന്ന വിധത്തിലും ഒക്കെയാണ് അള്ളാഹു അവർക്കായിട്ട് അവരുടെ ദിക്ർ അവതരിപ്പിക്കുകയുണ്ടായത്. എന്നാൽ അതിനോട് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞ് നിഷേധികളായി മാറിയ ആളുകൾ, അവർക്ക് ഒരല്പം ബോധം ഉണ്ടാവട്ടെ എന്നുള്ള നിലക്ക് അള്ളാഹു ചില നടപടികള്, ചില ശിക്ഷാ നടപടികളൊക്കെ സ്വീകരിക്കുമ്പോൾ അതിനുപോലും അവര് വഴങ്ങുന്നില്ല. അതിനെ തുടർന്ന് പോലും അവര് ധിക്കാരത്തിൽ തന്നെ വിഹരിക്കുകയാണ്. എന്നാൽ അന്തിമമായ കഠിന ശിക്ഷയുടെ വാതില് അവരുടെ മുന്നിൽ അള്ളാഹു തുറന്നു വെക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവര് പരമനിരാശ ബാധിച്ചവരെ പോലെ വിറളി പിടിച്ചുകൊണ്ട് പരക്കം പായുന്ന കാണാൻ കഴിയും. ഇദാഹും ഫീഹി മുബ്ലിസൂൻ. ഇക്കാര്യത്തിൽ അവര് അതിനെ തുടർന്ന് ഇദാഹും ഫീഹി മുബ്ലിസൂൻ, അങ്ങേയറ്റത്തെ നിരാശ ബാധിച്ചവരെ പോലെ ആണ് പിന്നീട് അവരുടെ പ്രതികരണം. അവരുടെ വെപ്രാളപ്പെടൽ ആ വിധത്തിലുള്ളതാണ്. അപ്പൊ ഒരു ഘട്ടത്തിലും യുക്തിഭദ്രമായ ഈ ദൈവിക ആശയത്തെ ഉൾക്കൊള്ളാനോ അതിനെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ തീരുമാനത്തിലേക്ക് എത്താനോ അല്ല അവരുടെ മനസ്സ് വെമ്പൽ കാണിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കാരുണ്യത്തിന്റെ ഒരു ലാഞ്ചന അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അവർക്കുണ്ടായാൽ അത് അവരിൽ ധിക്കാരമാണ് വർദ്ധിപ്പിക്കുന്നത്. അവരുടെ അഹന്തയോട് കൂടിയുള്ള പെരുമാറ്റവുമാണ് അവരിൽ വർദ്ധിപ്പിക്കുന്നത്. ഒരു ശിക്ഷ കൊടുത്തുകൊണ്ട് ഒരു അല്പം വിനയമുള്ളവരായിട്ട് അവര് മാറട്ടെ എന്നാണ് അള്ളാഹു തീരുമാനിക്കുന്നതെങ്കിൽ പോലും അത് അവരിൽ പറയത്തക്ക പരിവർത്തനമൊന്നും ഉണ്ടാക്കുന്നില്ല. ഒടുക്കം അവരെ അതികഠിനമായ ശിക്ഷ കൊണ്ട് പിടികൂടാം, ഏറ്റവും വലിയ ശിക്ഷയുടെ കവാടം അവരുടെ മുന്നിൽ തുറന്നു വെക്കാം എന്ന് അള്ളാഹ് തീരുമാനിക്കുമ്പോൾ അപ്പോഴ് അങ്ങേയറ്റത്തെ നിരാശ ബാധിച്ചവരായിക്കൊണ്ട് വെപ്രാളപ്പെട്ടുകൊണ്ട് വിറളിയെടുത്തുകൊണ്ട് പെരുമാറുന്നവരായിട്ട് അവർ മാറുകയാണ്. എന്നാൽ ഈ ആളുകള് എത്രയോ അവസരങ്ങൾ അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ്. അവരുടെ ബുദ്ധി കൊണ്ട്, അവരുടെ യുക്തിബോധം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തില് അവരുടെ മുന്നിൽ ദൈവികമായ മാർഗദർശനവും ഉത്ബോധനവും അള്ളാഹുവിന്റെ ദൂതൻ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാനോ അതനുസരിച്ച് ജീവിത പ്രയാണം നിർവഹിക്കാനോ ഒന്നും അവർ സന്നദ്ധരായിരുന്നില്ല. ഇതാണ് മക്കയിലെ ആ സത്യനിഷേധികളുടെ മനോഘടനയെ വെളിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവോട് പറയുന്ന കാര്യങ്ങൾ. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ മുഅ്മിനൂനിലെ 75 മുതൽ 77 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.